എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ രീതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഷെയറിറ്റിലെ 5 ഹിഡൻ ഫീച്ചേഴ്സ് ആണ്. സാധാരണ നമ്മൾ ഷെയറിറ്റ് ഉപയോഗിക്കുന്നത് ഫയലുകൾ സെൻഡ് ചെയ്യാനാണ്. ഇങ്ങനെ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അതോ എല്ലാവർക്കും ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് തുടങ്ങിയ 5 ഹിഡൻ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ടെക്നോളജി സംബന്ധമായ പുതിയ അറിവുകൾ ഓരോ ദിവസവും ലഭിക്കുന്നതിന് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിംബൽ ഓൺ ചെയ്യുക. ഒന്നാമതായി നമ്മൾ പരിശോധിക്കുന്നത് ഗ്രൂപ്പ് ഷെയർ എന്ന ഓപ്ഷൻ ആണ്. സാധാരണ നമ്മൾ ഷെയറിറ്റ് ഉപയോഗിക്കുന്നത് ഒരാൾക്ക് മാത്രം ഫയലുകൾ സെൻഡ് ചെയ്യാനാണ്. എന്നാൽ ഗ്രൂപ്പ് ഷെയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരേ സമയം തന്നെ ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കും. സാധാരണ ഷെയറിറ്റ് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഷെയറിറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഗ്രൂപ്പ് ഷെയർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളാണ് മറ്റുള്ളവർക്ക് ഫയലുകൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോണിലെ ഹോട്ട്സ്പോട്ട് എല്ലാവർക്കും ഷെയർ ആവുന്നതായിരിക്കും. ഞാനിവിടെ 3 ഫോൺ കാണിക്കുന്നുണ്ട്. സെന്ററിലുള്ള ഫോൺ സെൻഡ് ചെയ്യുന്ന വ്യക്തിയുടെ ഫോണാണെന്ന് സങ്കല്പിക്കുക. മറ്റു 2 ഫോണുകളിലും ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഗ്രൂപ്പ് ഷെയർ ഓപ്പൺ ചെയ്തതുപോലെ ഓപ്പൺ ചെയ്യുക. അവിടെ കാണുന്ന ജോയിൻ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആരാണ് ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഹോട്ട്സ്പോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോണും റൈറ്റ് സൈഡിൽ കാണുന്ന ഫോണും കണക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏത് ഫോണിൽ നിന്നും പരസ്പരം ഫയലുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ വെബ് ഷെയർ എന്നതാണ്. അതായത് നിങ്ങളുടെ ഫോണിൽ ഷെയറിറ്റ് ഉണ്ട്, എന്നാൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണിൽ ഷെയറിറ്റ് ഇല്ല. അവരുടെ ഫോൺ പുതിയതാണ്, അല്ലെങ്കിൽ ഷെയറിറ്റ് സപ്പോർട്ട് ആവാത്ത ഫോൺ ആണെങ്കിൽ അതുപോലത്തെ ഫോണിലേക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, അതും വെബ് ഷെയർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച്. അതിനായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ വെബ് ഷെയർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് എന്ന് കാണാം. സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ഏത് ഫയലാണ് സെൻഡ് ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ സെൻഡ് കൊടുക്കുക. റിസീവ് ചെയ്യുന്ന വ്യക്തി ഫോളോ ചെയ്യേണ്ട 2 സ്റ്റെപ്പുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 1 എന്താണെന്ന് നോക്കാം. നമ്മുടെ ഹോട്ട്സ്പോട്ട് നമ്മുടെ ഫ്രണ്ട് അവന്റെ ഫോണിൽ ആദ്യം കണക്ട് ചെയ്യണം. നിങ്ങളുടെ ഫോണിലെ ഹോട്ട്സ്പോട്ട് ഓൺ ആയിരിക്കും. ഫ്രണ്ടിന്റെ ഫോണിലെ വൈഫൈയിൽ പോയാൽ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് കാണാം. അത് ജസ്റ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ടിന്റെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിൽ കാണിച്ചിരിക്കുന്ന ഈ കോഡ് ഫ്രണ്ടിന്റെ ഫോണിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുക്കുക. ഈ മെത്തേഡിൽ ഷെയറിറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. മൂന്നാമതായി പാസ്വേഡ് എൻക്രിപ്ഷൻ എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിലേക്ക് സാധാരണ ആരെങ്കിലും ഷെയറിറ്റ് വഴി ഫയലുകൾ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ റിസീവ് കൊടുക്കും. ഇങ്ങനെ കൊടുത്താൽ ആര് സെൻഡ് ചെയ്താലും നമ്മുടെ ഫോണിൽ എളുപ്പത്തിൽ ഫയലുകൾ വരും. ഫയലുകൾക്കൊപ്പം ചിലപ്പോൾ വൈറസുകളും വന്നെന്നിരിക്കാം. ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് താഴെയായി നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹോട്ട്സ്പോട്ട് എൻക്രിപ്ഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് എനേബിൾ ചെയ്ത് 8 ഡിജിറ്റ് പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്ന് റിസീവ് കൊടുത്താൽ ഇനി നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും ഫയലുകൾ സെൻഡ് ചെയ്താൽ കണക്ട് ചെയ്യാൻ നേരത്ത് അവരുടെ ഫോണിൽ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ ഫോണിൽ ഇപ്പോൾ സേവ് ചെയ്ത പാസ്വേഡ് ഇല്ലാതെ ആർക്കും നമ്മുടെ ഫോണിലേക്ക് ഷെയറിറ്റ് വഴി ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പല ആളുകളും ഷെയറിറ്റ് ഉപയോഗിച്ചാൽ ഹോട്ട്സ്പോട്ട് ഓഫ് ആകാൻ മറക്കും. അങ്ങനെയുള്ളവരുടെ വൈഫൈ മറ്റുള്ളവർ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ പാസ്വേഡ് നൽകിയാൽ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നാലാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് PC യിലേക്ക് സോങ്സ്, വീഡിയോ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങളുടെ PC-യിൽ ഷെയറിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. PC-യിൽ ഷെയറിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഷെയറിറ്റ് PC-യിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എടുത്ത് ഷെയറിറ്റ് ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണക്ട് PC എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ നെയിം മൊബൈലിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ PC-യിൽ അലോ ചെയ്യണോ എന്ന് ചോദിക്കും. അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ കണക്ട് ആവും. ഇനി ഈസിയായി നിങ്ങൾക്ക് ഫയലുകൾ കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അഞ്ചാമതായി ഷെയറിറ്റ് ഉപയോഗിച്ച് എങ്ങനെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം.
നിങ്ങൾ ഷെയർ ഇറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പ് ഷെയർ എന്ന ഓപ്ഷൻ കാണാം. അതിന്റെ തൊട്ടടുത്ത് റിസീവ്ഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അനലൈസ് നൗ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു അനാലിസിസ് റിപ്പോർട്ട് കാണുവാൻ സാധിക്കും. ഫസ്റ്റ് കാണുന്ന ബിഗ് ഫയൽസ് എന്നതിന്റെ തൊട്ട് താഴെയായി ഹാൻഡിൽ എന്നത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോഴെല്ലാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഷെയർ ഇറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എടുത്തതുപോലെ ബിഗ് ഫയൽസ് എടുക്കുക. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോണിലെ വലിയ ഫയൽ തൊട്ട് ചെറിയ ഫയലുകൾ വരെ കാണുവാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു വലിയ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് നല്ലൊരു മെമ്മറി സ്പേസ് ലഭിക്കുന്നതായിരിക്കും. ഒന്ന് ബാക്ക് അടിച്ച ശേഷം താഴേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് ഫോണിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ്, ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ്, ഡ്യൂപ്ലിക്കേറ്റ് മ്യൂസിക് എന്നിവയെല്ലാം അനായാസം വേറൊരു ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ കളയാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ഫോൺ മെമ്മറി കൂട്ടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ പരിചയപ്പെടുത്തിയ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷന്റെ 5 ഫീച്ചറുകളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.